ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസ് വരെ ഒന്ന് പോയാലോ? ഇതൊക്കെ ശരിക്കും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. കാരണം പണ്ടത്തെ രാജഭരണത്തിൻ്റെ ബാക്കി ഉള്ള സാധനങ്ങൾ മുഴുവനും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനാണെങ്കിൽ തന്നെയും ഒരുപാട് വലിയ ചിലവൊന്നുമില്ല. ഞാൻ പോയത് മെമു ട്രെയിനിന് 25 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ആലുവയിൽ ഇറങ്ങി. അവിടുന്ന് മെട്രോ കയറി തൃപ്പൂണിത്തറ ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് യാത്രയൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഉള്ള തലമുറയൊക്കെ കണ്ടിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചും കൂടെ പരിചിതമാവണമെങ്കിൽ മണിച്ചിത്രത്താഴ് സിനിമയാണ് നമുക്ക് ഓർമ്മ വരിക. നമുക്കവിടെ ചെന്ന് കഴിയുമ്പോൾ നാഗവല്ലിയും സണ്ണിയും എല്ലാവരും അവിടെയൊക്കെ എവിടേക്കോ അവരുടെ പ്രസൻസ് നമുക്കൊരു ഫീൽ ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ എനിക്ക് മാത്രമല്ല, അവിടെ പലരും രാഘവോ രാജപ്പോ എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നത് കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഫീല് അവിടെ ചെല്ലുമ്പോൾ തോന്നുന്നുണ്ട്. കൊച്ചി രാജാവ് സ്വന്തം സമ്പാദ്യം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരമാണ് കേട്ടോ ഇത്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കൾ, ശില്പങ്ങൾ, നാണയങ്ങൾ, കിരീടങ്ങൾ, സ്വർണ്ണ കിരീടങ്ങൾ, ആഭരണങ്ങൾ, അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുന്ന ഭാഗത്ത് നമുക്ക് ഫോട്ടോ അലൗഡ് അല്ല. തിങ്കളാഴ്ച ദിവസം അവിടെ ഓപ്പൺ ചെയ്യില്ല, അവിടെ ഓഫാണ്. ടിക്കറ്റ് ഉണ്ട് കേട്ടോ. രാവിലത്തെ സെക്ഷൻ 12 മണി വരെ ഉള്ളൂ. പിന്നെ അത് 2 മണിക്ക് ശേഷമാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ എത്താൻ നോക്കിക്കോളൂ. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളൊക്കെ ഇത് നിർബന്ധമായും കാണണം. കാരണം പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവർക്കൊന്നും അറിയണ്ടേ. അത് നമ്മൾ കൊണ്ട് കാണിച്ചാലല്ലേ അവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ട്രിപ്പ് വേണമെങ്കിൽ ഹിൽ പാലസിലേക്ക് വിട്ടോളൂ. ഈ വീഡിയോ ഇഷ്ടമായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.